Welcome back to the video lecture series of engineering mechanics. In this session, let us see centroid of composite areas. In the last session, we studied about the equations of centroid of simple areas such as triangle, semicircle, quarter circle, rectangle, etc. As we know, many of engineering applications, composite areas are to be considered. So, it is necessary to find out the centroid of such composite areas. For that, we divide into a number of areas like rectangle, triangle, semicircle, quarter circle, etc. നമ്മൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള മിക്കവാറും എല്ലാം തന്നെ എന്തായിരിക്കും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോമ്പോസിറ്റ് ഏരിയാസ് ആയിരിക്കും. നമുക്കതിൻ്റെ സെൻട്രോഡ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ സിമ്പിളായിട്ടുള്ള നമുക്കറിയാവുന്ന കുറച്ച് ഷേപ്പുകളുണ്ടാവും. ആ ഷേപ്പിൻ്റെ സെൻട്രോഡ് നമുക്കറിയാം. ആ ഷേപ്പിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ചിലപ്പോൾ 2, 3, 4, 5, 6 എനി നമ്പർ ഓഫ് പാർട്സ് ആയിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം we will find out the centroid or locate the centroid of composite area. Here the distance of centroid of composite area from x-axis and y-axis are given by x bar. X bar is the distance from y-axis to the centroid of the composite area. That is, ഈ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത് എക്സ് ബാർ എന്ന് പറയുന്നത്. ഇതൊരു കോമ്പോസിറ്റ് ഏരിയ ആണ്. ഇതൊരു കോമ്പോസിറ്റ് ഏരിയ ആയിട്ട് എടുക്കാം. അതിൻ്റെ ഡിസ്റ്റൻസ്, അതിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള സെൻട്രോയിഡിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം വൈ ആക്സിസ്, ദാറ്റ് ഈസ് കോൾഡ് എക്സ് ബാർ. വൈ ആക്സിസ് ആണ്. വൈ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാലോ എക്സ് ആക്സിസ് ചെയ്യുന്ന ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ബാർ. സോ എക്സ് ബാർ, ഹിയർ ഇറ്റ് ഈസ് എക്സ് ബാർ ഈസ് integral x dA or xa divided by integral dA or a. Okay, or sum of x a divided by sum of a, that is a1 x1 plus a2 x2 plus a3 x3 plus etc. divided by a1 plus a2 plus a3 in the case of x bar, and a1 y1 plus a2 y2 plus a3 y3 divided by a1 plus a2 plus etc. in the case of y bar. Okay, so in this way we can calculate x bar and y bar. x1 is the body 1, x2 x1 is the distance from y-axis to the centroid of body 1. x2 is the distance from y-axis to the centroid of body 2, like that. Okay, here y1 is the distance from x-axis to the centroid of body 1. y2 is the distance from x-axis to the centroid of body 2. A1, A2, A3 are the corresponding areas. So let us do one problem. Locate the centroids of this T section shown in figure. Here is the figure. So here we have to calculate the centroid of this composite figure. It is a simple composite figure. That is, ഇതെന്താണ് ഒരു രണ്ട് റെക്ടാങ്കിളിൻ്റെ ഒരു കോമ്പോസിഷൻ ആണ്. സോ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതാണെങ്കിൽ എന്ത് ചെയ്യാം, സെൻറ്റർ വെച്ചിട്ടൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് നമുക്ക് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹിയർ ഇറ്റ് ഈസ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ബോഡി 1 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 2 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ the speciality of this figure composite shape is it is symmetrical about to y-axis. y-axis is symmetrical ആണ്. that is y-axisന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, അത് സിമിലർ ആയിരിക്കും. ഐഡന്റിക്കൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സിമെട്രിക്കൽ about y-axis പറയാം. സപ്പോസ് ഞാൻ സെൻറ്ററിൽ കൂടെ ഒരു y-axis ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെയാണ്, സിമിലർ ആയിട്ട് കാണുന്നു. സോ ദാറ്റ് ഇറ്റ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് y-axis. ഓക്കെ, സിമിലർലി ഈ പോർഷൻ, ഈ ഹൊറിസോണ്ടലായിട്ട് ഈ വരുന്ന പോർഷൻ നമ്മൾ എന്ത് പറയും, ഫ്ലാഞ്ച് എന്ന് പറയും. ഓക്കെ, ഈ വെർട്ടിക്കലായിട്ട് വന്നേക്കുന്നതിന് സ്റ്റെം എന്ന് പറയും, സ്റ്റെം. ഓക്കെ, ഇനി താഴെ ഇതുപോലെ ഒരു പോർഷൻ കൂടെ ഉണ്ടെന്നിരിക്കട്ടെ, അതായത് ഐ സെക്ഷൻ ആണെങ്കിൽ നമ്മൾ ഈ നടുക്കുള്ളതിന് എന്ത് പറയും, സ്റ്റെമ്മിന് പകരം വെബ് എന്നായിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. എനിവേ താഴെ ഉണ്ടെങ്കിൽ അതിന് ഫ്ലാഞ്ച് തന്നെയാണ്. ഓക്കെ, സോ ദ ഡയമെൻഷൻസ് ഓഫ് ഫ്ലാഞ്ച് ഈസ് 200/20. ഇത് സ്റ്റെം അല്ലെങ്കിൽ വെബ് എന്ന് വിളിക്കും. അതിന്റെ സൈസ് എത്രയാണ്, 300/20. അതാണ് ഗിവൺ ആയിട്ടുള്ള ഡേറ്റാസ്. സോ സിൻസ് ദിസ് ഷേപ്പ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് y-axis,
the value of x bar will be 0. That is, y-axis is symmetrical എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y-axisലാണ് എന്തുള്ളത് സെൻട്രോയിഡ് ഉള്ളത്. നമ്മൾ y-axis മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഏതാ x അല്ലെങ്കിൽ x bar. സോ y-axis മെഷർ ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? If the figure or composite shape is symmetrical about y-axis, x bar will be 0. So that next step is we have to find out the y bar. നമുക്ക് y bar കണ്ടുപിടിക്കണം. നമുക്കിവിടെ രണ്ട് പാർട്ട് ആണുള്ളത്. സോ ദാറ്റ് വി യൂസ്ഡ് a1 y1 plus a2 y2 divided by a1 plus a2 എന്ന ഇക്വേഷൻ യൂസ് ചെയ്തു. സോ നമ്മൾ ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് താഴത്തെ പോർഷൻ 1 ആൻഡ് അപ്പർ പാർട്ട് ഈസ് 2. സോ ഏരിയ ഓഫ് bottom portion is what about the size? 300 into 20, that is 600. Here it is 600 is the area of first body or first part. Second part, the area of second part is 200 into 20, that is 4000 mm square. It is taken as mm, so that's mm square, right? So next we need y1 and y2. So that y1 is the distance from x-axis to the centroid of first body. First body എന്ന് പറയുന്നത് 300 into 200. അതിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഡിസ്റ്റൻസ് എന്താണ്? 300 by 2, that is 150. So x-axis ചെയ്ത് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എത്ര കിട്ടി? 150. So അത് തന്നെയാണ് എന്ത്? y1 is the distance from x-axis to the centroid of first body. That is centroid of first body എന്ന് വെച്ചാൽ ഫസ്റ്റ് ബോഡി റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിളിന്റെ സെൻട്രോയിഡ് എത്രയാ? 300 by 2 ആയിരുന്നു, that is 150. So next is the y2. y2 is the distance from x-axis to the centroid of the second body. That is ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇതാണ്. ഈ പാർട്ടിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? y2. ഓക്കെ. സോ ഈ സെക്കൻഡ് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആക്ച്വലി ഈ y ഡിസ്റ്റൻസ് സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇത് ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് ഈ 20 ആണ് ഈ ടോട്ടൽ വിഡ്ത്ത്, ഇവന്റെ വിഡ്ത്ത് വരുന്നത്. സോ ആ വിഡ്ത്തിന്റെ ബൈ 2 എത്രയാ? 10 ആയിരിക്കും. സോ ഇത്രയും പാർട്ട് എത്ര? 10 വന്നു. ഓക്കെ. ഇവിടുന്ന് താഴത്തേക്കുള്ള ഡിസ്റ്റൻസ് as we know 300 ആണ്. സോ ദാറ്റ് y2 is 300 plus 20 by 2, that is 10. 300 plus 10, 310. So substitute the values of a1, a2, y1, y2 in this equation, so that we will get 214 mm as a y bar. That is y bar എന്ന് പറയുന്നത് x axis ചെയ്യുന്ന certain distance, that is ഇവിടെ കിട്ടിയ ഈ ഡിസ്റ്റൻസ് ആണ് എന്താ? y bar എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. സോ y ആക്സിസിൽ തന്നെയാണ് എന്ത്? സെൻട്രോയിഡ് വരുന്നത്. ദാറ്റ് ഈസ് എക്സ് ബാർ 0 ആയതുകൊണ്ടാണ് y ആക്സിസിൽ തന്നെ മാർക്ക് ചെയ്തത്. സോ ദിസ് ഈസ് ദി സെൻട്രോയിഡ് ഓഫ് ദി ടി സെക്ഷൻ. ഓക്കെ.